ഞാൻ വൂളൻ നൂലിനെ കൊണ്ട് ചെയ്തെടുത്ത ഒരു റൗണ്ട് നെക്ക് ഡിസൈനാണിത്. അപ്പോൾ ഈ ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനൊരു ലൈറ്റ് പിങ്ക് കളറുണ്ട് ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ ഇപ്പോൾ തുന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൗണ്ട് നെക്ക് ഡിസൈൻ തുന്നാൻ വേണ്ടി ആദ്യം ചെയിനിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നെക്കിൽ ഞാൻ 150 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. 150 ചെയിൻ ഇട്ട് വയ്ക്കാൻ. ഞാൻ 150 ചെയിൻ ഇട്ട് വെച്ച് ഇനി അടുത്ത റൗണ്ടിൽ ചെയ്യുന്ന ഇതിൻ്റെ മുകളിൽ നിന്ന് ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ മുകളിൽ നിന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കും. ഓരോ ചെയിൻ്റെ ഈ അറ്റം വരെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അതേമാതിരി ഞാൻ ഓരോന്നിനുള്ള കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊണ്ടുവന്നു. ഇനി അടുത്ത ചെയ്യുന്ന ഇതിൻ്റെ ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ 3 ചെയിനിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്ത് മൂന്ന് ചെയിനായില്ല 3 ഡബിൾ ക്രോഷ്യ. നാലാമത്തേൻ്റെ മുകളിൽ ചെയ്യുന്ന സമയത്ത് ഒരു ചെയിൻ്റെ ഉള്ളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യണം. എന്നാലേ ഇതാവുള്ളൂ, റൗണ്ട് ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് സ്ട്രെയിറ്റ് ആയിപ്പോവും. അതിനെക്കൊണ്ട് 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ക്രോഷ്യ ചെയ്ത് പിന്നെ നാലാമത്തേൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പം നല്ല റൗണ്ട് ഷേപ്പ്. അതേമാതിരി ഞാൻ ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ചെയിനിട്ട് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. നാല് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 3 എണ്ണമായി. ചെയ്തെടുത്തതിന് ശേഷം 2 ചെയിനിട്ടിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി 2 ചെയിനുണ്ട്. ഇത് ചെയ്തിട്ടിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് പിന്നെ 2 ചെയിനിടുക. കൊതുവിൻ്റെ
ഒഴിവാക്കിയിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ 3 വന്നിട്ട് കണ്ടില്ലേ. അടുത്ത ഒന്നുകൂടെ ചെയ്ത് 3 മുകളിൽ ഇതേമാതിരി വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഓരോന്നിനും ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 4 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇത് വീണ്ടും ഇതേമാതിരി തന്നെ 2 ചെയ്യുന്നുണ്ട്. ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് അതേമാതിരി തന്നെ ഇവിടെ ചെയ്ത മാതിരി തന്നെ അങ്ങനെ ചെയ്ത് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടുവരണം. 4 ബോക്സ് പിന്നെ 4 ഡബിൾ ക്രോഷ്യ ബോക്സ് 4 അങ്ങനെ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ടുവരണം. അതേമാതിരി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. 3 ഇത് പിന്നെ 2 സൈഡ് ഇതേമാതിരി തയ്ച്ചെടുക്കും. വേണ്ടത് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റൗണ്ട് നെക്ക് ഡിസൈനാണിത്. പിന്നെ നമ്മളെ ഫ്രോക്കിന് ടോപ്പിനൊക്കെ എടുക്കുന്നത് 4 ചെയിൻ ഇടുക. ആദ്യം 4 ചെയിൻ ഇട്ടിട്ട് ഇവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കുക. ഈ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് 4ാമത്തെ ഡബിൾ ക്രോഷ്യൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇവിടെ 3 ബോക്സ് ഉണ്ടല്ലോ, ഈ 3 ഒരു ചെയിൻ ഇവിടെ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഈ 3 ബോക്സ് രണ്ടാമത്തെ ബോക്സിൻ്റെ അകത്ത് നിന്ന് ഡബിൾ ക്രോഷ്യ ചെയ്യും. ആദ്യം 4 ചെയിൻ ഇട്ട് പോയി അറിയാതെ ആദ്യം 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. കഴിഞ്ഞിട്ട് വീണ്ടും 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ തന്നെ 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതേമാതിരി ചെയ്തെടുത്തിട്ട് ഒരു ചെയിൻ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് ഇത് ഒഴിവാക്കിയിട്ട് ഇവിടെ അങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. പിന്നെ വീണ്ടും 4 ചെയിൻ ഇടുക. ചെയിൻ ഇട്ടിട്ട് ഇതെവിടെ ഈ ഡബിൾ ക്രോഷ്യേൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ജോയിൻ്റ് ആക്കി കൊടുക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഇവിടെ ഒരു ചെയിൻ ഇട്ടിട്ട് ഇവിടെ വീണ്ടും നടുക്കലത്തേൻ്റെ മുകളിൽ വീണ്ടും 4 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. രണ്ട് ചെയിൻ ഇടുക.
എന്നിട്ട് വീണ്ടും ഇവിടെ തന്നെ 4 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ട് ഇതേമാതിരി വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെയിനില്ല, ഈ ചെയിനിട്ടിട്ട് ഇത് അതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുക. പിന്നെ വീണ്ടും 4 ചെയിൻ ഇട്ടിട്ട് 4 ചെയിനിടുക. ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുന്നത്. അങ്ങനെ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതേമാതിരി ചെയ്ത് കൊണ്ടുവരണം. ചെയ്ത് കഴിഞ്ഞു ഇതേമാതിരി ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തുകൊണ്ട് ഈ 2 സൈഡ് ഇതേമാതിരി ബോക്സ് ഒരു 4 ഇത് അങ്ങനെ ഈ 2 സൈഡ് ഇതേമാതിരി ചെയ്തെടുത്തു. ഈ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വരെ നമ്മൾ ചെയ്തെടുത്തിട്ട് ഇത് ഇവിടെ കഴിഞ്ഞ്, അപ്പോൾ ഇവിടെ നിന്ന് എന്താ ചെയ്യുക വെച്ചാൽ 2 ചെയിനിടുക. 2 ചെയിനിട്ടിട്ട് ഈ ഒരു ചെയിൻ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ, അതിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യും. ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഇതേമാതിരി വരും അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 3 ചെയിൻ ഇട്ടിട്ട് ഒരു ക്യാപ്പ് 4 ചെയിൻ ഇട്ടിട്ട് ക്യാപ്പ് മാതിരി ഉണ്ടാക്കുക. അവിടെ കണ്ടോ വന്നു. ഈ ഒരു ചെയിനും കൂടെ ഇടുക. ഒരു ചെയിൻ ഇട്ടിട്ട് വീണ്ടും ഇതേമാതിരി ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. അത് ചെയ്തിട്ട് ഇതേമാതിരി 4 ചെയിനിടുക. 4 ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. നന്നായി. ഇനി ഒരു ചെയിനിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ ചെയ്തെടുക്കുക. തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. 4 ചെയിനിടുക. അതേമാതിരി ചെയ്തെടുക്കുക. അതേമാതിരി 3 എണ്ണം ഞാൻ ചെയ്തെടുത്ത്. ഇനി 2 എണ്ണം കൂടെ ചെയ്തെടുക്കുക. 5 എണ്ണം. നാലെണ്ണമായി. ഒന്നും കൂടെ ചെയ്തെടുക്കുക. ഇത് ചെയിനിടണം. അങ്ങനെ ഈ ചെയിനുണ്ട്, 2 ചെയിനുണ്ട്. ചെയിനിട്ടിട്ട് ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യും. സിംഗിൾ ക്രോഷേ കൊടുത്ത് ഇവിടെ ജോയിൻ്റ് ആക്കും. പിന്നെ വീണ്ടും 2 ചെയിനുണ്ട്. ഇത് ചെയിനിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ ഡബിൾ ക്രോഷേ ചെയ്യും. 3 ചെയിൻ 4 ചെയിനിടുക.
ഇതേമാതിരി തന്നെ ഇവിടെ അതേമാതിരി ചെയ്യുന്നത്. ഇവിടെ ചെയ്ത മാതിരി തന്നെ 4 ഡബിൾ ക്രോഷ്യ 5 ഡബിൾ ക്രോഷ്യ ചെയ്തൊരു ക്യാപ്പ് മാതിരി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ജോയിൻ്റ് ആക്കുക. ഇവിടെ കണ്ടു. അതേമാതിരി ഇവിടെ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഇവിടെ ജോയിൻ്റ് ആക്കുക. അതേമാതിരി ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുത്താൽ ഈ നെക്കിൻ്റെ വർക്ക് വരും. ഈ ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഈ റൗണ്ട് നെക്കിൻ്റെ അതേ നെക്ക് കാണാൻ അതേമാതിരി ഉണ്ടാവും.